നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ നാച്ചുറൽ ഹെയർ ടൈപ്പ് മാറ്റണമെന്ന്. എൻ്റെ മുടിയുടെ ടൈപ്പ് സ്ട്രൈറ്റ് ആണ്. ഞാൻ എൻ്റെ മുടിയുടെ ടൈപ്പ് വേവി ആക്കി മാറ്റി. ഇനി അതല്ല, നിങ്ങൾക്ക് വേവി ഹെയർ സ്റ്റൈലിൽ നിന്ന് സൂപ്പർ സ്മൂത്ത് ആക്കാൻ സാധിക്കും. അതുപോലെ സ്ട്രൈറ്റ് ഹെയറിൽ നിന്ന് കാർലി ഹെയർ സ്റ്റൈൽ ആക്കി മാറ്റാനും സാധിക്കും. ഹെയർ ടൈപ്പ് മാറ്റണം എന്നുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അതിനു മുമ്പേ മെൻസിൻ്റെ അട്രാക്റ്റീവ് ആൻഡ് ഗ്ലോ അപ്പ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഹെയർ ടൈപ്പ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണെന്ന് ആദ്യം അറിയണം. 99% ആളുകളുടെയും ഹെയർ ടൈപ്പ് ഞാൻ ഈ പറയാൻ പോകുന്ന 4 കാറ്റഗറിയിൽ വരുന്നതായിരിക്കും. ഒന്നാമതായിട്ട് വരുന്നതിന് സ്ട്രൈറ്റ്, രണ്ടാമതായിട്ട് വേവി, മൂന്നാമതായിട്ട് കേർലി, നാലാമതായിട്ട് കോയിലി. ഈ 4 ഹെയർ ടൈപ്പും ഈ 3 കാറ്റഗറിയിൽ വരുന്നതായിരിക്കും. ഫൈൻ ഹെയർ, മീഡിയം ഹെയർ, കേഴ്സ് ഹെയർ. ആദ്യത്തേത് സ്ട്രൈറ്റ് ഹെയർ ടൈപ്പ് ആയിട്ടുള്ളവർക്ക് എങ്ങനെ കാർലി ആൻഡ് വേവി ആക്കി മാറ്റാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് സാൾട്ട് സ്പ്രേ അതുപോലെ ഹെയർ ഡ്രയർ ആണ്. ഹെയർ ഡ്രയർ എല്ലാവരുടെയും കയ്യിൽ കാണും. സാൾട്ട് സ്പ്രേ ആരുടെ കയ്യിലും കാണില്ല. സാൾട്ട് സ്പ്രേ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം നിറച്ച ശേഷം 1-2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹെയർ നല്ലതുപോലെ വാഷ് ചെയ്ത ശേഷം ടവൽ യൂസ് ചെയ്ത് നല്ലതുപോലെ തോർത്തിയെടുക്കുക. അതിനുശേഷം മുടിയുടെ എല്ലാ ഭാഗത്തും സാൾട്ട് സ്പ്രേ കൊണ്ട് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുടിയുടെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് നല്ലതുപോലെ സ്പ്രേ ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ മുടി നല്ലതുപോലെ വളച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി സ്പ്രേ ഉപയോഗിച്ച് നല്ലതുപോലെ നനച്ചു കൊടുക്കുക. അതിനുശേഷം ഹെയർ ഡ്രയർ ഉപയോഗിച്ച് മുടി നല്ലതുപോലെ ഹീറ്റ് ചെയ്തെടുക്കുക. ഹീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ മുടി കൈകൊണ്ട് വളച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് വേവി ഹെയർ ടൈപ്പ് ആക്കണമെങ്കിൽ ചെറിയ രീതിയിൽ മുടി വളച്ചു കൊടുത്താൽ മതിയാകും. ഇനി അതല്ല, നിങ്ങൾക്ക് ചുരുണ്ട മുടിയാക്കണം, അതായത് കാർലി ഹെയർ സ്റ്റൈൽ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ മുടി വളച്ചു കൊടുക്കുക. 2-3 മിനിറ്റ് ഇത് തുടരെ ചെയ്തുകൊണ്ടിരിക്കുക. മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള സാൾട്ട് സ്പ്രേ ഉണങ്ങുന്നത് വരെ ഹീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഡ്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ കൈയുടെ വിരൽ കൊണ്ട് മുടി വളച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മുടി ഉണങ്ങുന്നത് വരെ മുടി വളച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഏകദേശം 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി ചുരുണ്ടതായിട്ട് വരുന്ന കാണാം. നമ്മൾ നേരത്തെ സ്പ്രേ ചെയ്ത സാൾട്ട് സ്പ്രേ മുടിയിൽ നിന്ന് മുഴുവനായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ മുടി കാർലി ആയി മാറും. നിങ്ങൾ നല്ലതുപോലെ മുടി വളച്ചുകൊണ്ട് ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ കാർലി ഹെയർ ടൈപ്പായി മാറും. ചെറിയ രീതിയിലാണ് വളച്ചു കൊടുത്ത് ഡ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേവി ഹെയർ ആയി മാറും. ഇങ്ങനെയാണ് നമുക്ക് സ്ട്രൈറ്റ് ഹെയർ മാറ്റി കാർലി അതുപോലെ വേവി ആക്കി മാറ്റാൻ സാധിക്കുന്നത്. ഇത് എത്ര നേരം കാർലി ആയിട്ട് ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം 1 ദിവസം തൊട്ട് 3 ദിവസം വരെ സെറ്റായിട്ടിരിക്കും. ഇനി നിങ്ങൾക്ക് ഒരുപാട് നാളത്തേക്ക് കാർലി ആക്കണം എന്നുണ്ടെങ്കിൽ പേം കെമിക്കൽ മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇതിന് ഏകദേശം 400 രൂപ മുതൽ 1000 രൂപ വരെ ചിലവ് വരുന്നതാണ്. ഇത് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പൈസ ചിലവില്ലാതെ കാർലി ആൻഡ് വേവി ആക്കണമെന്നുണ്ടെങ്കിൽ സാൾട്ട് സ്പ്രേ മെത്തേഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് കേർലി ഹെയർ എങ്ങനെ സ്ട്രൈറ്റ് ഹെയർ ആക്കി മാറ്റാമെന്നുള്ളതാണ്. ഇതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഹെയർ ഡ്രയറും ഹെയർ ബ്രഷും അതുപോലെ ഹെയർ വാക്സ് സ്പ്രേയുമാണ് വേണ്ടത്. ഹെയർ വാക്സ് സ്പ്രേ നമുക്ക് ഷോപ്പുകളിലും ഓൺലൈനിലും മേടിക്കാവുന്നതാണ്. വാങ്ങുമ്പോൾ സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ നോക്കി മേടിക്കുക. ഹെയർ സ്പ്രേ കണ്ട് മുടിയുടെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത ശേഷം ഹെയർ ഡ്രയർ ഉപയോഗിച്ച് മുടി ഡ്രൈ ആക്കി എടുക്കുക. ഇതോടൊപ്പം ബ്രഷ് ഉപയോഗിച്ച് മുടിയിൽ സ്ക്രബ് ചെയ്തുകൊണ്ടേയിരിക്കുക. മുടിയുടെ ഉള്ളിൽ നിന്ന് മുമ്പ് വരെ ഹെയർ ബ്രഷ് ഉപയോഗിച്ച് മുടിയിൽ ഹീറ്റ് ചെയ്ത് സ്മൂത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക. 5 to 10 മിനിറ്റ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് മുടി സ്ട്രൈറ്റ് ആൻഡ് സ്മൂത്ത് ആകുന്നത് കാണാൻ സാധിക്കും. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഇത് എത്ര നേരം സെറ്റായി നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 6-7 മണിക്കൂർ അല്ലെങ്കിൽ 1 ദിവസം ഇങ്ങനെ നിൽക്കുന്നതാണ്. ഒരുപാട് നാളത്തേക്ക് ഹെയർ സ്ട്രൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് ഹെയർ സ്ട്രൈറ്റ് ചെയ്യാവുന്നതാണ്. മുടി സ്ട്രൈറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 600 to 1200 രൂപ വരെ ആകും. ഞാൻ ഒരിക്കലും ഹെയർ സ്ട്രൈറ്റ് ചെയ്യണമെന്ന് പറയില്ല. കാരണം സ്ട്രൈറ്റ് ചെയ്തവരുടെയൊക്കെ മുടി ചിലപ്പോൾ പൊട്ടിപ്പോകുന്നൊരവസ്ഥ വരാറുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ ചെയ്യുക. പൈസ ചിലവില്ലാതെ വീട്ടിൽ ചെയ്യുന്ന നമ്മൾ ആദ്യം പറഞ്ഞ 2 മെത്തേഡും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന 2 മെത്തേഡും സേഫാണ്. ഇതിന് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഹെയർ ടൈപ്പ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ സാൾട്ട് സ്പ്രേ മെത്തേഡ് ചെയ്തിട്ടുള്ളതാണ്. റിസൾട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ചാനലിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്തൊരു ഗ്ലോ അപ്പ് വീഡിയോ